ഇടയ്ക്കിടയ്ക്ക് പലരെയും കുറിച്ച് പറഞ്ഞു കേൾക്കാം. പണ്ട് നിരീശ്വരവാദിയായിരുന്നു. ഇത്രയും കാലം നിരീശ്വരവാദം പറഞ്ഞിട്ട് ഇപ്പൊ നേരെ തിരിച്ചാണ്. അമ്പലത്തിൽ നിന്ന് പോകുന്ന നേരം ഇല്ല. പലരെ പറ്റിയും അങ്ങനെ പറയാറുണ്ട്. അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ വളരെ വിനയപൂർവം പറയുകയാണ്, അവരിത്ര കാലം നിരീശ്വരവാദിയൊന്നും ആയിരുന്നില്ല. നിരീശ്വരവാദത്തിന് അതിൻ്റെതായ യുക്തിയുണ്ട്. നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ വലിയ അറിവാണ്. ആ അറിവോ ജ്ഞാനോ വെച്ചിട്ടൊന്നല്ല ഇപ്പം ഇത് നിരീശ്വരവാദിയാന്ന് പറഞ്ഞ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നടന്നപ്പോ ഈശ്വരനുണ്ടോ എന്ന് സംശയം തോന്നി. ഈശ്വരവാദിയായതാണ്. രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. നിരീശ്വരവാദി ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അറിയാത്തതുകൊണ്ട്, ഈശ്വരവിശ്വാസം ഇവിടെ അറിഞ്ഞിട്ടൊന്നല്ലാന്ന്. ഈശ്വരവിശ്വാസം ഉണ്ട്, ഇവിടെയാണ് ഈശ്വരൻ എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. രണ്ടും ഒരേപോലെയാണ്. ആനയുടെ ചിത്രം നോക്കിയിട്ട് ഇതാണ് കുരങ്ങൻ എന്ന് പറയുന്ന പോലെ. കുരങ്ങനെ കണ്ടാലും അറിയില്ല, ആനയെ കണ്ടാലും അറിയില്ല. പക്ഷെ ഒരു യഥാർത്ഥ മാർഗമുണ്ട്. ആ യഥാർത്ഥ മാർഗം എന്താന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ ഗതി വിഗതികൾ മാറുന്നതിനനുസരിച്ചാണല്ലോ നമ്മൾ നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ പറയുന്നതും കണ്ണടച്ച് ദേവാലയത്തിലേക്ക് പോകുന്നതും. പെട്ടെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നു. ഇതുവരെ വിചാരിച്ച പോലെ അല്ലല്ലോ ലോകം എന്ന് തോന്നുന്നു. ആ തോന്നൽ വരുമ്പോൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തന്മാത്രകളാണ്. തന്മാത്ര എന്നുള്ളതിന് വേറെ ഏത് പദം പറയണമെന്ന് എനിക്ക് അറിയില്ല. തന്മാത്ര പോലും തന്മാത്രയല്ല. സംഹാര കർത്താവായ ശിവൻ എല്ലാത്തിനെയും ഭസ്മീകരിക്കുന്നു. ഭസ്മം എന്ന് പറഞ്ഞാൽ ഒന്നിനും നശിപ്പിച്ചിട്ടില്ല. ശരിക്ക് കണ്ണിൽ കണ്ട വസ്തുക്കളെ അതിന്റെ സൂക്ഷ്മ രൂപത്തിലേക്ക് ആക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അഗ്നി ഒന്നിനെ നശിപ്പിക്കുകയില്ല, അതിനെ അതിന്റെ സൂക്ഷ്മ രൂപത്തിൽ ആക്കി. ഈ അർത്ഥമറിഞ്ഞുകൊണ്ടാണ് നാം ഭസ്മം തുടങ്ങുന്നത്. സൂക്ഷ്മ രൂപത്തിൽ ആക്കിയോ? ഇല്ല. സൂക്ഷ്മ രൂപത്തിലാണ് നമുക്ക് തോന്നുന്ന ഭസ്മത്തിന്റെ എത്ര ചെറിയ കണിക, അതിനെ 1 കോടി കൊണ്ട് ഹരിക്കുക. 1 കോടിയൊന്നും പോരാ. അതിനെ വീണ്ടും 1 കോടി കൊണ്ട് ഹരിച്ചാൽ എന്തുണ്ടാവും? ഈ ശൂന്യത എന്ന് പറയണത് വരെ ശബ്ദം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ. അത്ര ചെറിയ ഒരു തന്മാത്ര കോടി കൊണ്ട് ഹരിച്ചുകൊണ്ട് കാര്യമില്ല. അതാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ചിലരെ ഇഷ്ടം. എന്താ ഇഷ്ടത്തിന്റെ കാരണം? എത്രയോ ചെറിയ, നമുക്ക് കാണാനോ സങ്കല്പിക്കാനോ കഴിയാത്ത ഒരു തന്മാത്രയുടെ പ്രവർത്തനമാണ്
ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നത്. വ്യക്തിയെ വെറുക്കുന്നതോ? ആ വ്യക്തിയെ വെറുക്കുന്നത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല. എത്രയോ സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യം ആണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ചേ ഡ്രൈവ് ചെയ്യുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ ചെറിയ ഒരളവാണ് അത്. ആ അളവ് കണ്ടുപിടിക്കാനും ചർച്ച ചെയ്യാനും പറ്റില്ല. അതിന് വാക്കുകളില്ല. ആറ്റം എന്നോ സൂക്ഷ്മ അണു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതിനേക്കാൾ സൂക്ഷ്മതരം ആണ് ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന ആകാശതത്വം വരെ സ്ഥൂലമാണ്. അതിലും സൂക്ഷ്മമാണ് കാര്യം. ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറെ കുട്ടികൾ ഡാൻസ് ചെയ്യണു. അതില് ഡാൻസ് അങ്ങോട്ട് പ്രാക്ടീസ് ഇറങ്ങുമ്പോഴേക്ക് തന്നെ അധ്യാപിക വന്നിട്ട് ഇവിടെ ഒരു കുട്ടിയുടെ പേരെന്താ, ശൈലജ, മുമ്പിലേക്ക് വെക്കും. ബാക്കി കുട്ടികൾ നൃത്തം ചെയ്യുന്നതിനേക്കാൾ ഈ കുട്ടിയുടെ നൃത്തത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ കാണുന്നതാ. എന്തിപ്പോ ബാക്കി കുട്ടികളുടെ ഡാൻസിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നില്ല? ഈ കുട്ടിയെ മാത്രം കാണാൻ എന്താ കാരണം? ഒരു കാരണവശാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരംശം ആണ്. ഞാൻ വെറുതെ സമയം കളയാറുണ്ട്. ചിലവർ അഭിനയിക്കുകയെ ഒക്കെ ചെയ്യുമ്പോൾ എന്തപ്പം അത് ഇഷ്ടപ്പെടാൻ കാരണം? അയാൾ കാണിക്കുന്ന ഇത്ര കോടിക്കണക്കിന് ആളുകൾ ഇഷ്ടപ്പെടുന്നു. അതിനെ അനുകരിക്കുന്നവരില്ലേ? മിമിക്രി കാണിക്കുന്നവരില്ലേ? മിമിക്രി കാണിക്കുന്നവർ വലിയ സിദ്ധിയല്ലേ കാണിക്കുന്നത്? പക്ഷെ ഇവർക്ക് തുല്യമാകാൻ കഴിയുന്നില്ല. അപ്പൊ മിമിക്രിക്കാരനെ അനുകരിക്കുമ്പോഴും അതിന്റെ അതിസൂക്ഷ്മമായ തന്മാത്രകൾക്കൊന്നും പോകാൻ അവർക്ക് കഴിയുന്നില്ല. പോയാൽ ഇത് രണ്ടും ഒന്നാവില്ലേ? ചിലർ ജനങ്ങളെ ആകർഷിക്കുന്നു. അപ്പൊ നമ്മൾ അതിന് വെറുതെ ഒരു കണക്ക് കൂട്ടുക, അവരുടെ ചന്തം കൊണ്ടാണെന്ന്. ഒരു ചന്തവും ഇല്ലാത്തവരോ? ഒരു ചന്തവും ഇല്ല, ഒരു മേക്കപ്പും ഇല്ല. മേക്കപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഒരു വിഗും വെച്ച് പിന്നെ ഒരു താടി ഉണ്ടെങ്കിൽ പിന്നെ മുഖത്തിന്റെ എത്ര ഭാവമുണ്ട്? നമ്മൾ കാണുന്ന എത്രയോ ചെറിയൊരു ഭാവമാണ്. ബാക്കി വിഗാണല്ലോ, താടിയുണ്ട്. അതിനകത്തുള്ള ഏതോ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ ഒരു കണികയാണ് ആവർത്തിക്കപ്പെടുന്നത്. ഇത് നൃത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സംഗീതത്തിലാണെങ്കിലും പ്രഭാഷണങ്ങളിലാണെങ്കിലും എനിക്ക് ചിലവരുടെ പ്രസംഗം വളരെ ഇഷ്ടമാണ്. അവരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടുകൊണ്ടിരിക്കും. കേരളത്തിനകത്തുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്. എന്തവർ പറഞ്ഞിരുന്നാലും കേൾക്കും. ചിലരൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ നമുക്കിഷ്ടമല്ല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അണു, കോടാനകോടി കൊണ്ട് ഗുണിച്ചാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അണുവാണ് ഒരു പുതിയ മനുഷ്യ കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്. എങ്ങനെ അതിൽ ഇതൊക്കെ വരുന്നു എന്ന് അറിയില്ല. അതുകൊണ്ട് ദൈവവിശ്വാസി ആയാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, അമ്പലത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്നുമല്ല പ്രശ്നം. ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന സൂക്ഷ്മാണു തന്മാത്രയെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.